പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മക്കള് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കള് വന്ന് എന്തായാലും നമ്മൾ ഒരു 2-3 മാസം മുമ്പ് ഇവിടെ കുറച്ച് ക്യാരറ്റ് നട്ടിരുന്നു. അതിൻ്റെ ഹാർവസ്റ്റ് ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. എന്തായാലും നമുക്ക് ആ ക്യാരറ്റ് തോട്ടത്തിലേക്ക് പോകാം, ക്യാരറ്റ് പറിക്കാം. എന്തായാലും കിട്ടുമോ എന്തോന്നും അറിയില്ല. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വരൂ, നോക്കാം നമുക്ക്. അപ്പം നമുക്ക് ക്യാരറ്റ് അവിടെ കുറേ ചുവടുകൾ കാണുന്നുണ്ട്, ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു ചുവട് നോക്കി പറിക്കാം അല്ലേ? നമുക്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്തോ സ്ഥിതി. പണ്ട് നമ്മൾ ചേമ്പ് പറിച്ചിട്ട് നമ്മൾ ആകെ കുടുങ്ങിപ്പോയതാണ്, ഒരു കഷ്ണം പോലും കിട്ടിയില്ല. എങ്കിലും ഈ ക്യാരറ്റ് നമുക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് ആദ്യം പറിച്ചു നോക്കാം അല്ലേ? എന്നാൽ നിങ്ങൾ തന്നെ ഒന്ന് പറിക്കാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെയല്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ലേശം വലിപ്പം കുറവുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് അടുത്ത ഒരു ചുവട്ടിലേക്ക് പോവാം. കുഴപ്പമില്ല. ഇത് ശരിക്ക് ഉണ്ടക്യാരറ്റാണ്. നമ്മൾ ഈ കടകളിൽ കാണുന്നതൊക്കെ കുറച്ച് നീളമുള്ള ടൈപ്പ്. പക്ഷെ കഴുകി ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓരോന്ന് കഴിക്കും ഞങ്ങൾ. അതും നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാവുകയെ. എല്ലാം ഒന്ന് കാണിച്ച് നമ്മൾ എല്ലാവരും ഓഡിയൻസ് ഒന്ന് കാണട്ടെ. എല്ലാവരും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ ക്യാരറ്റ്. വരും, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? ഇത് അവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ 2-3 ചുവട് പറിച്ചു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ആ മക്കളെ വാ, ഇത് നമുക്ക് നോക്കാം. നമ്മൾ നട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ വിളവ് കിട്ടുമോ ഇല്ലോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. വലിച്ചു പറിച്ചു. ചേമ്പിൻ്റെ സ്ഥിതി ആയോ? ഇല്ല, എന്നാലും ഉണ്ട്, കുറച്ചുണ്ട്. വഴുതണി മറിച്ച് ഇത് നോക്കണേ. ഇതിന് കൂടി നമ്മുടെ ക്യാരറ്റ് വിളവെടുപ്പ് ഇപ്പം ഞങ്ങളൊരു 4-5 ചുവട് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട്. പക്ഷേ അതെന്തായാലും ഞങ്ങളൊരു മാസത്തോടെ കഴിഞ്ഞിട്ട് ആണ് ബാക്കി വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ വിളവെടുത്തത് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ്. ഒരു കഷ്ണം കഴിക്കുകയോ ചെയ്യാം നമുക്ക്. ആ വെള്ളം പിടിച്ച പക്കല്ലേ. ഇത് നമ്മൾ ഒരു രാസവളവും ഉപയോഗിക്കാതെ വെറും ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ക്യാരറ്റാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴുകി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്താ മധുരം, എന്താ ടേസ്റ്റ്. ഇത് നോക്കി നോക്കി. ഇത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന രീതിയിലല്ല ഇതിൻ്റെ ടേസ്റ്റ്. കാരണം നല്ല മധുരമാണ്. ഇതാണ് നമ്മൾ ജൈവവളമായിട്ട് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ഒരു വിളവെടുപ്പാണ്. നമ്മുടെ മക്കൾ വന്നപ്പോൾ എന്തായാലും അത് വളരെ വിജയമായി. നമ്മുടെ പഴയ ചേമ്പ് പോലെ ആയില്ല. എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് ചെറിയ വീഡിയോ എത്തിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.